നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ, അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണ മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ടാ വർക്കിച്ച ആ സാധനം ഇറക്കി കണ്ടു നോക്കി. മലയാളത്തിന്റെ താരരാജാവ് മോഹൻലാൽ വന്നാട്ടെ വരൂ വാ കുട്ടാ. മോഹൻലാൽ ആരാധകനാണോ? ഞാൻ മോഹൻലാൽ ആരാധകനാണ് എപ്പോഴും. എത്ര കോടി രൂപ കിട്ടിയാലും ഈ അവതാരത്തിന് എനിക്ക് വേണ്ട. ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ നിനക്കറിയില്ലേ? നമ്മള് കിരീടവും ഭരതവും കണ്ടാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഇപ്പൊ ആ പുള്ളി മാറിപ്പോയി, പഴയ ആളൊന്നല്ല. മോഹൻലാൽ പെണ്ണുപിടിയനാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് താങ്കൾ നടത്താനുള്ള കാരണം എന്തായിരുന്നു? ആ കരിനാക്കെടുത്ത് വളയ്ക്കാതറ. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യും. പറ, നീ വാ പൊളിക്കരുത് പ്ലീസ്. ഹോർമോൺസ് ചിലത് കുറവായി. മോഹൻലാൽ ഹോർമോൺ കൂടുതലായോണ്ടാണോ ആൾ പെണ്ണ് പിടിക്കുന്നു എന്ന് പറയുന്നത്? അല്ല എന്താ എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. എന്നെ പുള്ളി വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാലത്ത് പുള്ളി വളരെ സ്നേഹിച്ചാണ്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഇതൊന്നും കേട്ട് ഞാൻ പേടിക്കില്ല. എന്താണ് ഒരു പോംവഴി എന്ന് പറ. സിനിമകൾ പൊട്ടാൻ കാരണം ആന്റണി പെരുമ്പാവൂർ കഥ കേട്ടതുകൊണ്ടാണ്. എന്താ അറിയുന്നു ആന്റി പെരുമാൾ സിനിമയെ കുറിച്ച് എന്താ അറിയുന്നു? അവനൊരു പാവമാണ്. എനിക്ക് അവന്റെ ഒരു അനിയനെ പോലെ. എന്റെ ഈ മുരടിച്ച ജീവിതത്തിൽ അവൻ ഒരാശ്വാസം. എന്താ ഇത്? എന്തിനാ കരയുന്നേ? എമ്പുരാനല്ല എന്ത് ലൂസിഫറിൽ എന്ത് കലയുള്ളത്? വെറും ബിഗ് ബഡ്ജറ്റ് മസാല പടങ്ങളല്ലേ. ആരും വിളിച്ചില്ലല്ലോ, എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കുന്നത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ധൃതിയുണ്ട്.